السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹുവേ പടച്ചോനെ, സാധുക്കളായ ഞങ്ങൾക്ക് നീ കബൂലിയത്ത് നൽകണേ അല്ലാ, സ്വീകാര്യത നൽകണേ പടച്ചോനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളൊക്കെ മാറ്റി ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ പടച്ചോനെ. ഞങ്ങളുടെ എല്ലാവിധ പോരായ്മയും പരിഹരിച്ച് നിനക്ക് മറലിയായ ഇബാദുകൾ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ മാസത്തിൽ പരിശുദ്ധ ഹറമൈനയുടെ മണ്ണിലേക്ക് പോകുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും നീ കബൂലിയത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കും എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ ചേരാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളും റബ്ബേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഒട്ടനവധി ആളുകൾ അവിടെ ഖബർ നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് വേണല്ലോ. സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സൗകര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖാണ്. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉസ്താദുമാര് നിരന്തരം ദുആ ചെയ്യുന്നൊരു ദുആ, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആ ആവശ്യം തേടുന്നൊരു തേട്ടം, ആ ദുആയാണ് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് ഖൽബിന്ന് വന്നാൽ അൽഹംദുലില്ലാ, ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകും. അപ്പം എൻ്റെ കൂടെ തെറ്റുകൂടാതെ ദുആ എല്ലാവരും പറയാം. അത് എനിക്ക് മാത്രം കിട്ടണമെന്നല്ല, എൻ്റെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങൾക്ക് എല്ലാം കിട്ടണമെന്നുള്ള നിയ്യത്ത്. അതാണ് ആ പ്രയോഗത്തിൽ, അങ്ങനെയാണ് ഞങ്ങൾക്ക് എന്നാ പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദുആ ചൊല്ലിത്തരാം, എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സിഹ്ഹതി വൽ ആഫിയതി യാ റബ്ബൽ ആലമീൻ. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന തസ്ബീഹ് എന്നാണ് ആ തസ്ബീഹ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഹജ്ജിന്റെ കൂലി നമുക്ക് വാങ്ങിത്തരുന്ന പോരിശുള്ള തസ്ബീഹാണ്. അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചൊല്ലി പരിചയമുണ്ട്, നമുക്കറിയാം. എങ്കിലും ഇതിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവേ, ഒരു വട്ടം ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് വട്ടം ചൊല്ലി എത്ര കൂലി ഉണ്ടാവും? ആ കൂലി കിട്ടണമെന്നൊരു നിയ്യത്ത് ഖൽബിലേക്കാണ് ഉറക്കുക. എന്നിട്ട് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ല ആ പരിശുദ്ധമായ തസ്ബീഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സാധാരണ ചൊല്ലുന്ന പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഖഅദയാണല്ലോ, ഒരുപാട് കൂലി കിട്ടുമല്ലോ ഓരോ കർമ്മങ്ങൾക്കും. കഴിഞ്ഞ മാസം ചെയ്ത പോലെയല്ല, ശവ്വാലിൽ ചെയ്ത പോലെയല്ല, അല്ലാത്ത പോലീസിയാണ്. അവർ നിയ്യത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ എല്ലാറ്റിലും പങ്കാളിയാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക وتوفيق طاعتك وإيمانك يا الله.
اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പറഞ്ഞു തന്നിട്ടുള്ള ഒരു അമൂല്യമായ ദിക്റാണ്. അതിന്റെ പ്രതിഫലം ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടി വരില്ല, ദുനിയാവ് അവരുടെ പിന്നാലെ വരും. സമ്പത്തും സൗകര്യവും അവരെ തേടി അവരെവിടെയുള്ളത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയേറെ പോരിശയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ അള്ളാഹു സ്വർഗത്തിന്റെ കവാടം തുറന്നു നോക്കും. അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞാൽ പോരിശയുള്ള പൂർവികരായ സൂഫികൾ കൃത്യമായി ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പോരിശ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടും കൂടെയാണ്. ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കേറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന غفارا. أستغفر الله العظيم إنه كان غفارا. أستغفر الله العظيم إنه كان غفارا. أستغفر الله العظيم إنه كان غفارا. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ, അതിനേക്കാൾ അഫ്ളലായ ദിക്ർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ 7 ആകാശഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന്. അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله 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 തഖബ്ബൽ അല്ലാഹ് അൽഹംദുലില്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് ശിഖർ റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ശർറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ
الكاف قربته يا كوكبا كان تحكي كوكب الفلكا അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്ത് കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പ്രഗൽഭമായ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ർ പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ർ ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. تقبل الله. الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ.
സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിന്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهلي
اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി ഈ പരിശുദ്ധമായ ഈ ദുൽഖഅദ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഹദ്ദാദ് തങ്ങള്, കക്കടിപ്പുറം വലിയുള്ള അന്തറുപ്പാപ്പ, ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം റാഫി തങ്ങൾ, അങ്ങനെ എമ്പാടും സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ വഫാത്തായ മാസമാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കൂടെ ചേർക്കുക. ഇന്നു മുതലാണ്ട് ചോദ നമ്മുടെ ഫാത്തിഹ. ഇനിയുള്ള എല്ലാ രാവുകളിലും ഈ മാസം പ്രത്യേകം വഫാത്തായി പോയ മഹാന്മാരെ ചേർത്തിക്കൊണ്ട് നമ്മുടെ കാരണവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാത്തിഹ ഓതുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എല്ലാറ്റിനെയും ഇതിൽ സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാര്, വെല്ലുമ്മമാര്, കാരണവന്മാര്, അല്ലാഹുവേ പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ എല്ലാ പോരിശയും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരു നന്മ ചെയ്താൽ അക്സറു സവാബ, ധാരാളം ധാരാളം കൂലി കിട്ടുന്ന മാസമാണ്. നിന്റെ ഖുർആൻ ആദരവ് പറഞ്ഞ മാസമാണ്. നീ ബഹുമാനിച്ച മാസമാണ്. ഹജ്ജിന്റെ ഓർമ്മ വരുന്ന മാസമാണ്. പരിശുദ്ധമായ ഉദ്ഹിയത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് തയ്യാറെടുക്കുന്ന മാസമാണ്. അല്ലാഹുവേ എല്ലാ പോരിശയും ബറക്കത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇന്നത്തെ രാവിലെ ഞങ്ങൾ ചൊല്ലേണ്ട ദുആകൾക്ക്, ദിക്റുകൾക്ക് ഇജാബത്ത്, ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാറ്റിന്റെയും മിത്ല സവാബ് ഞങ്ങളുടെ എല്ലാറ്റിന്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുഹദാക്കൾ,
ഖൈർ ഇൽമ സ്വലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവര്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്തുകാര്, ഓരോരോ മഹല്ലത്തിലും കിടന്നുറങ്ങുന്ന, ഓരോരോ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മീസാൻ കല്ലിൻ്റെ അടിയിൽ കിടക്കുന്ന അല്ലാഹുവേ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അവിടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് അപരാധങ്ങൾ, തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ. വിവരം കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹുവേ നിന്റെ ഇരുലോക വിജയത്തിന്റെ കവാടം ഞങ്ങൾക്ക് നീ ഫതഹാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണേ റബ്ബേ. മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളാരെയും, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞാ പിന്നെ ഞങ്ങൾ എവിടെ പോകാനാണ് തമ്പുരാനെ? ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല അല്ലാ. പടച്ചോനെ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ നാളെ ഖബറിലേക്കും പരലോകത്തേക്കും ഞങ്ങളുടെ തെറ്റുകളെ നീ മാറ്റിവെക്കല്ല റബ്ബേ. അല്ലാഹുവേ എത്ര പേരാണ് ദുആ ചെയ്യാൻ വേണ്ടി ഡെയിലി പറയുന്നത്, കമന്റിലൂടെ പറയുന്നത്. അല്ലാഹുവേ ഖൽബിൽ ദുആ ചെയ്യണമെന്ന മോഹത്തോടെ ഖൽബ് കൊണ്ട് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരാണ് റബ്ബേ. അല്ലാഹുവേ ക്ലാസ്സിലും മജ്ലിസിലൊക്കെ മുടങ്ങാതെ ജോയിൻ ചെയ്യുന്നവർ എത്ര പേരാണ്? സ്വലാത്തും ദിക്റുകളും ചൊല്ലി ഞങ്ങളുടെ കൂടെ വരുന്നത് എത്ര പേരാണ്? അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഇന്നങ്ങ് മരിച്ചു പോയാൽ റബ്ബേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റും സ്വലാത്തും ദുആകളുമല്ലാതെ ഞങ്ങൾ മരിച്ചാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ഉപകാരത്തിന് വരാനാണ്? അല്ലാഹുവേ ഖബൂലാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അല്ലാഹുവേ എല്ലാറ്റിനെ തൊട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. പടച്ചവനെ ശ്വാസം മുട്ടുകൊണ്ട് വിഷമിക്കുന്ന എത്ര പേരാണ്? കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നവർ എത്ര പേരാണ് റബ്ബേ? ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയുള്ളവർ എത്ര പേരാണ്? അല്ലാഹുവേ ഓപ്പറേറ്റ് ചെയ്തവര്, ചെയ്യാനിരിക്കുന്നവര്, പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, അല്ലാഹുവേ ഷാഫി നീ മാത്രമാണ്. ഷാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാര് മുഴുവനും ഞങ്ങൾ മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാ. പടച്ചോനെ വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കുടുംബത്തിൽ റാഹത്തും സന്തോഷമില്ലാത്തവര്, ഒട്ടനവധി കടങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, ഞെരുക്കങ്ങള്, അല്ലാഹുവേ പല നിലക്കും പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. അതിനെ പരിഹരിക്കാൻ നിനക്കല്ലാതെ കഴിയൂല്ല റബ്ബേ. നിന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാറ്റിനും പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ റബ്ബേ. അല്ലാഹുവേ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, കിണറ്റിൽ വെള്ളം അങ്ങ് വറ്റിപ്പോയതിൻ്റെ പേരിൽ എത്ര പേരാണ് റബ്ബേ കഷ്ടപ്പെടുന്നത്? നീ അവർക്ക് നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും സലാമത്തും ഹിഫ്ദും തരണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ
ഞങ്ങൾക്കെല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടുന്ന് കാവൽ ചോദിച്ച എല്ലാ ശർറിൽ നിന്ന് കാവൽ തരണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് ഈമാനോടെ മരിക്കാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء المرسلين. الحمد لله رب العالمين. وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.